ഞാൻ നിന്നെയോർക്കുന്നിതാ ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ വേനൽ കനവിൽ പെയ്യുന്നില്ലേ ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. ആ ദാ അത് കണ്ടോ, അവിടെ CI സാറും കൂട്ടരും നിപ്പുണ്ട്. എന്നെ അവിടെ വിട്ടാ മതി. ശരി സാറേ. ഗ്ലാസ് എഴുതു. എങ്ങോട്ടാ? എറണാകുളം പോവാ. ഇടയ്ക്ക് ഈ സാറിനെ ഇറക്കാൻ വേണ്ടി നിർത്തിയതാ. ഏത് സാറിനെ? എന്താടാ സാറേ, ഇവിടെ ഒരു പോലീസുകാരെ ഇരിപ്പുണ്ടായിരുന്നു സാറേ. പോലീസുകാരനോ? അതെ സാറേ. ആരുമില്ലാത്ത ഏതോ ഒരു അമ്മയ്ക്ക് മരുന്ന് വാങ്ങി കൊടുത്തിട്ട് ബൈക്ക് കേടായി നിന്നൊരു സാറിന് ലിഫ്റ്റ് കൊടുത്ത് കൊണ്ടുവന്നതാ. ഏത് സാറ്? ഏത് സാറിന്റെ കാര്യമാണ് ഈ പറയുന്നത്? എന്താണോ സാറേ, യുവന്മാരെ ഏതോ പോലീസുകാരനെ ലിഫ്റ്റ് കൊടുത്തെന്നാ പറയുന്നത്. ഇപ്പൊ തിരിഞ്ഞു നോക്കിയപ്പോ ആളെ കാണുന്നില്ലെന്ന്. കഞ്ചാവാണോടാ? അയ്യോ അല്ല സാറേ. വേറെ സിന്തറ്റിക് വല്ലതും വലിച്ചു കയറ്റിയിട്ടുണ്ടോ? സത്യമായിട്ടും ഞങ്ങൾ അങ്ങനെയൊന്നുള്ള ആൾക്കാരല്ല. ശരി, നീ നിന്റെ കാറിന്റെ നമ്പർ ഒന്ന് പറ. അത് പിന്നെ KL1 CL ആണോ അതോ LG ആണോ? LG അല്ലടാ, പാനാസോണിക്കാ. ഇങ്ങോട്ട് ഇറങ്ങടാ. സാറേ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതൊരു എൻ്റെ കാറാ. അതാ നമ്പർ കാണാതെ അറിയാത്തത്. ആ, എന്തായാലും നീയൊക്കെ ഒന്ന് ഇറങ്ങ്, കാറൊന്ന് നോക്കട്ടെ. എന്താടാ, നിനക്കൊക്കെ മൊത്തത്തിലൊരു വശപ്പശ കാണല്ലോ. സാറേ, ഞങ്ങൾ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോവുക. 5 മിനിറ്റ് കഴിഞ്ഞുള്ള അത്യാവശ്യമൊക്കെ മതി. സാർ ഇറങ്ങാൻ പറഞ്ഞിട്ടില്ലേ? ഇറങ്ങണം അങ്ങോട്ട്. നിങ്ങൾ വണ്ടി ഒന്ന് സെർച്ച് ചെയ്യും. ചെട്ടി, താൻ ഡിക്കി ഒന്ന് തുറക്ക്. എന്തുവാടാ ഇത്? അഴിക്കടാ ഇത്. സാറേ, നമ്മൾ അന്വേഷിച്ച് കിടക്കുന്ന സാധനം ഇവിടെ ഉണ്ട് സാറേ. ഇതേതാടാ ഈ വിഗ്രഹം? വിഗ്രഹമോ? ഇതങ്ങനെ ഇതിനകത്ത് വന്നു? പറഞ്ഞുതരാം, ഞാൻ നിനക്ക് പറഞ്ഞുതരാടാ. ഡോ, രണ്ടെണ്ണത്തിനെ പിടിച്ച് ജീപ്പ് കയറ്റി ചാവി ഇങ്ങറാ. സാർ, ഞങ്ങള് മോളെ, മോള് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം പറയാൻ അച്ഛൻ വന്നത്. എന്താച്ചാ? പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പൊ വിളിച്ചിരുന്നു. നമ്മുടെ വിഗ്രഹം തിരികെ കിട്ടിയെന്ന്. ഭഗവാനെ, എന്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ. സ്റ്റേഷനിൽ നിന്ന് ഇപ്പൊ വിളിച്ചിട്ട് വച്ചതേ ഉള്ളൂ മോളെ. നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മുടെ വിഗ്രഹമാണെന്ന് കൺഫേം ചെയ്യണം. നമുക്ക് ഉടനെ തന്നെ പോവാച്ചാ. ഒന്ന് റെഡി ആവേണ്ട താമസമേ ഉള്ളൂ. ധൃതി വേണ്ട. CI സാർ എത്തുമ്പോഴേക്കും ചെന്നാ മതി എന്നാ പറഞ്ഞത്. എന്റെ ഭഗവാന്റെ വിഗ്രഹം കാണാൻ എനിക്ക് ധൃതിയായ അച്ഛാ. എന്റെ മോളുടെ മനസ്സ് അച്ഛന് മനസ്സിലാവും. ഈ വാർത്ത കേൾക്കാൻ മോൾ എത്രമാത്രം കൊതിച്ചിരുന്നു എന്ന് എനിക്കറിയാം. അതേ അവസ്ഥ തന്നെയായിരുന്നു എനിക്കും. ആദ്യം കോള് വന്ന് വിവരം പറഞ്ഞപ്പോൾ ഞാൻ സ്വപ്നം കാണുകയാണെന്ന് ചിന്തിച്ചു പോയി. കാരണം ഇങ്ങനൊരു കോള് വരുന്നതായി ഞാൻ പല പ്രാവശ്യം മനസ്സിൽ സങ്കല്പിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് ആ വിഗ്രഹം കിട്ടി എന്റെ മോൾക്ക് സന്തോഷമാവാൻ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എന്തായാലും നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടല്ലോ അച്ഛാ. അതൊരു വലിയ പുണ്യല്ലേ? അതേ മോളെ. അല്ലെങ്കിലും എന്റെ മോള് വിഷമിക്കുന്നത് കാണാൻ ഈശ്വരന് കഴിയില്ല. ഭഗവാൻ ഒരിക്കലും
മോളെ വേദനിക്കാൻ അനുവദിക്കില്ല. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത, എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു മോളല്ലേ നീ. വിഗ്രഹം നഷ്ടപ്പെട്ടത് മുതൽ ഞാൻ അനുഭവിച്ച സങ്കടം ഭഗവാന് മാത്രമേ അറിയൂ അച്ഛാ. അത് അധികം നീണ്ടുപോവാതെ ഭഗവാൻ തന്നെ പരിഹാരം കണ്ടു. എല്ലാവരുടെയും കണ്ണിൽ അത് വെറൊരു വിഗ്രഹം മാത്രമായിരുന്നു. എനിക്ക് അതെന്റെ കാണപ്പെട്ട ദൈവമായിരുന്നു. എന്റെ അമ്മയെ പോലെ എന്നെ കാത്തു രക്ഷിച്ച എന്റെ എല്ലാമായിരുന്നു. എനിക്കറിയാം മോളെ, മോൾ അത് മുൻപ് പറഞ്ഞിട്ടുള്ളതല്ലേ. മോളുടെ സങ്കടങ്ങള് മോൾ അമ്മയോട് പറഞ്ഞ് കരഞ്ഞപ്പോഴാ വിഗ്രഹം കിട്ടിയതെന്ന്. ഇപ്പൊ വിഗ്രഹം നഷ്ടപ്പെട്ട് മോള് വേദനിക്കുന്ന കണ്ടപ്പോ ഈശ്വര സന്നിധിയിലിരിക്കുന്ന മായയുടെ ആത്മാവിന് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതാവും പെട്ടെന്ന് തന്നെ വിഗ്രഹം തിരികെ കിട്ടിയത്. ആയിരിക്കാം. എന്റെ അമ്മയ്ക്ക് ഞാൻ ഒരിക്കലും വിഷമിക്കുന്നത് സഹിക്കാൻ പറ്റില്ല. അമ്മയുടെ സാന്നിധ്യം ഭഗവാന്റെ വിഗ്രഹത്തിലൂടെ ഞാൻ അറിയുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്റെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാതെ വന്നാ ഞാൻ ആ വിഗ്രഹത്തിന്റെ മുന്നിൽ നിന്നും ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ മതി, ഉടനെ തന്നെ ഉത്തരം കിട്ടും. അതുകൊണ്ട് വിഗ്രഹം നഷ്ടപ്പെട്ടപ്പോ ഈ ഭൂമിയിൽ ഞാൻ ഒറ്റപ്പെട്ടതുപോലെ തോന്നി. ഞാൻ കൂടെ ഉണ്ടായിട്ടും എന്റെ മോൾക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടോ? അങ്ങനെയല്ല അച്ഛാ, ഇതൊരു തരത്തിൽ മനസ്സിന്റെ വിങ്ങല. എനിക്കത് പറഞ്ഞു തരാൻ അറിയില്ല. ഇപ്പൊ എനിക്കിവിടെ അച്ഛനെ കഴിഞ്ഞുള്ളൂ മറ്റെന്തും. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ, ഈശ്വരനെ തേടുമ്പോ അത് മറ്റൊരു ലോകമാ. അവിടെ ഞാൻ പോലും ഈ ശരീരത്തിന്റെ രൂപത്തിലില്ല. അവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതിലേക്ക് എനിക്ക് പെട്ടെന്ന് എത്താനുള്ള ഉപാധിയായിരുന്നു ഈ വിഗ്രഹം. അതെന്നെ അത്രയ്ക്ക് സഹായിക്കുന്നുണ്ട്. എല്ലാത്തിനും ഞാൻ അമ്മയെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന പ്രായത്തിലാ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടത്. അമ്മ ഭഗവാന്റെ സന്നിധിയിലേക്ക് പോയത്. മരണശേഷം ശരീരം പഞ്ചഭൂതങ്ങളിലേക്ക് ലയിക്കും. ആത്മാവിന് പുനർജന്മം ഇല്ലെങ്കിൽ അത് ഈശ്വരനിലേക്കും ലയിക്കൂന്നാ മുത്തശ്ശി പറഞ്ഞത്. അമ്മ ഈശ്വരനിൽ ലയിച്ചെങ്കിൽ എന്റെ അമ്മ തന്നെയല്ലേ ഈശ്വരൻ? ആ അമ്മയല്ലേ എനിക്ക് ഭഗവാന്റെ വിഗ്രഹം തന്നത്? അപ്പൊ അത് നഷ്ടപ്പെട്ട എന്റെ ഉള്ളിലൊരു ശൂന്യത ഉണ്ടാവില്ലേ അച്ഛാ? എനിക്ക് മനസ്സിലായി മോളെ, മോള് പറഞ്ഞത് ശരിയാ. കുട്ടിക്കാലം മുതൽ മോൾ ഒന്നിനു വേണ്ടിയും വാശി പിടിച്ചിട്ടില്ല. സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെ ഒരു കളിപ്പാട്ടം വേണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. മോൾ ആകെ പറഞ്ഞത് സ്വപ്നത്തിൽ കണ്ട വിഗ്രഹം വേണമെന്നാ. പക്ഷേ അത് നേടിത്തരാൻ അച്ഛന് സാധിച്ചില്ല. അമ്മയോട് മോൾ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ എന്റെ മോൾക്ക് മുന്നിൽ ഭഗവാൻ സ്വയം പ്രത്യക്ഷപ്പെട്ടതുപോലെ വിഗ്രഹമായിട്ട് വന്നു. മോൾ ആഗ്രഹിച്ച വിഗ്രഹം മോളിലേക്ക് സ്വയം എത്തിച്ചേർന്നു. അതിനർത്ഥം അത് മോൾക്ക് മാത്രം അർഹതപ്പെട്ടതാണെന്ന്. അതൊരിക്കലും മോളെ വിട്ടു പോവില്ല. ആ വിശ്വാസം ഇപ്പോ എനിക്കും വന്നു തുടങ്ങിയച്ചാ. ഭഗവാൻ ഒരിക്കലും എന്നെ വിട്ടു പോവില്ല. ഭഗവാൻ എന്റെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ പല സ്ഥലത്തും വിഗ്രഹം അന്വേഷിച്ച് കിട്ടാതായപ്പോ മനസ്സില്ല മനസ്സോടെയാണെങ്കിലും വിഗ്രഹം ഒരിക്കലും ഇനി തിരികെ കിട്ടില്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ തുടങ്ങിയതായിരുന്നു ഞാൻ. അങ്ങനൊരവസ്ഥയോട് നിർബന്ധപൂർവം പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാ ഇത്രയും സന്തോഷം തരുന്നൊരു വാർത്ത അച്ഛൻ പറഞ്ഞത്. മനസ്സ് നിറഞ്ഞ സന്തോഷമായി അച്ഛാ. മോളെ, സത്യം പറയാലോ, മോളുടെ സന്തോഷം കാണുമ്പോഴാണ് അച്ഛൻ്റെ മനസ്സ് നിറയുന്നത്. മോളുടെ സന്തോഷത്തിന് വേണ്ടി പലതും ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ടൊരു അച്ഛനാണ് ഞാൻ. പക്ഷേ അതിലൊരിക്കലും എൻ്റെ മോൾ പരാതി പറഞ്ഞിട്ടില്ല. അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ എനിക്ക് വേണ്ടി എന്താ ചെയ്തു തരാത്തത്? എന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഒപ്പം നിന്നിട്ടുള്ള ആളല്ലേ എൻ്റെ അച്ഛൻ. എനിക്ക് വേണ്ടിയല്ലേ അച്ഛൻ ജീവിക്കുന്നത്? ഇതിനപ്പുറം എന്താ ഒരു മകൾക്ക് വേണ്ടത്? എന്താ അമ്മ വിളിച്ചത്? ആ, നീ വന്നോ? എടാ, വിഗ്രഹം കിട്ടിയെന്ന്. വിഗ്രഹം കിട്ടിയെന്നോ? അതെ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഹരിയേട്ടന് കുറച്ചു മുമ്പ് ഒരു കോള് വന്നിരുന്നു. ഒരു വിഗ്രഹം കിട്ടിയിട്ടുണ്ടെന്നും സ്റ്റേഷനിൽ ചെല്ലണമെന്നും പറഞ്ഞാ വിളിച്ചത്. ഡാ സൂരജേ, നീ എന്താ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത്?
അല്ല, എവിടെന്നാ വിഗ്രഹം കിട്ടിയെന്നറിഞ്ഞോ? ഇല്ല. ആരുടെ കയ്യിൽ നിന്നാ കിട്ടിയെന്ന് വല്ല സൂചനയും കിട്ടിയോ? അതൊന്നും ഇല്ല. പോലീസുകാർ അറിഞ്ഞിട്ടുണ്ടാവില്ലേ അതെങ്ങനെയാ അവർക്ക് കിട്ടിയെന്നും എവിടെന്നാ കിട്ടിയെന്നൊക്കെ? പിന്നെ എന്റെ കാര്യം പറയാനായിരിക്കോ ഹരിയച്ചനോട് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞത്? അതൊന്നും ആയിരിക്കില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവരത് ഫോണിൽ തന്നെ പറയില്ലായിരുന്നോ? ഇത് വിഗ്രഹം നമ്മുടെ തന്നെയാണോന്ന് ഉറപ്പിക്കാൻ വേണ്ടി വിളിപ്പിച്ചതായിരിക്കും. എന്നാലും ആ വിഗ്രഹം എടുത്തവന് മനുവിന്റെ മുറിയുടെ അടുത്ത് നിന്നല്ലേ വിഗ്രഹം കിട്ടിയത്. അപ്പോൾ അയാൾക്ക് മനുവിനെ കുറിച്ചും എന്നെക്കുറിച്ചും ഒക്കെ നല്ല അറിവുണ്ടായിരിക്കില്ലേ? എടാ, ആ കാര്യത്തിലൊന്നും ഒരുറപ്പും കിട്ടിയിട്ടുണ്ടാവില്ല. ഉണ്ടെങ്കിലും അവര് ഹരിയേട്ടനോട് ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ലെന്നാ എനിക്ക് തോന്നുന്നത്. എടാ, ഹരിയേട്ടന് മീരാന്ന് പറഞ്ഞ ജീവനാണെന്ന് നിനക്കറിയാലോ. നീ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഹരിയേട്ടൻ അറിഞ്ഞിരുന്നെങ്കിൽ ആദ്യം ഹരിയേട്ടൻ നിന്നെ ചോദ്യം ചെയ്തേനെ. അത് കഴിഞ്ഞിട്ടേ മീരയോട് പോലും ഈ കാര്യം പറയാൻ പോവായിരുന്നുള്ളൂ. ഇപ്പൊ അതൊന്നും സംഭവിക്കാത്ത സ്ഥിതിക്ക് ഹരിയേട്ടൻ നിങ്ങളെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാ. ഹരിയച്ചൻ ഇപ്പൊ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ സ്റ്റേഷനിൽ ചെല്ലുമ്പോ അറിയില്ലേ? അല്ലമ്മേ, അങ്ങനെ അറിഞ്ഞ ഈ വീട്ടിൽ ജീവിക്കാന്ന് കരുതണ്ട. അത് നീ പറഞ്ഞത് നേരാ. ഹരിയേട്ടൻ ആ വിഗ്രഹം കണ്ടുപിടിക്കാൻ വേണ്ടി എന്തുമാത്രം ശ്രമിച്ചു എന്ന് കുറെയൊക്കെ എനിക്കറിയാം. പലതും രാത്രി ഇവിടെ കിടന്ന് പറയാറുണ്ട്. അതൊന്നും നിനക്ക് പോലും അറിയില്ല. എന്തായാലും വിഗ്രഹം കിട്ടിയല്ലോ, അത്രയും സമാധാനമായി. ഇനി ഇന്ന് തന്നെ പോലീസുകാര് മീരയ്ക്ക് വിഗ്രഹം തിരിച്ചു കൊടുത്താൽ പ്രശ്നമില്ലല്ലോ. അഡ്വാൻസ് തന്നവർ ഇതുവരെ വിഗ്രഹം കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അവരത് പറയുമ്പോ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി വേഗം കൈമാറ്റം നടത്താലോ. ഇനി അത് മുമ്പത്തത്ര ഈസി ആയിരിക്കാൻ സാധ്യതയില്ല. ഈ വീട്ടിൽ ഇങ്ങനൊരു വിഗ്രഹം സൂക്ഷിച്ചിരിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന സ്ഥിതിക്ക് അത് ആരും മോഷ്ടിക്കാതിരിക്കാനുള്ള സംവിധാനം എന്തായാലും ഹരിയേട്ടൻ ഇവിടെ ഒരുക്കും. അതുകൊണ്ട് ആരും അറിയാതെ വിഗ്രഹം ഇവിടെ നിന്ന് എടുക്കാവുന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എത്ര പാടുപെട്ടായാലും ഞങ്ങൾക്കത് കടത്തിയല്ലേ പറ്റൂ. അഡ്വാൻസ് വാങ്ങിയ സ്ഥിതിക്ക് വിഗ്രഹം അവർ ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും അത് എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയും ഉത്തരവാദിത്വമാണ്. വിഗ്രഹം ഈ വീട്ടിലുണ്ടെങ്കിൽ എങ്ങനെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചെടുക്കാമെന്ന് മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ. കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നത് പോലെ അത് എവിടെയാണെന്ന് അറിയാത്ത അവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യും? അത് ശരിയാ. അല്ല, വിഗ്രഹം കിട്ടിയെന്ന് അമ്മ പറഞ്ഞു. അതെ, സ്റ്റേഷനിൽ നിന്ന് വിഗ്രഹം കിട്ടിയെന്ന് വിളിച്ചു പറഞ്ഞു. അതെടുത്തത് ആരാന്ന് എന്താന്ന് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്തേ? അല്ല, നമ്മുടെ വീടുമായിട്ട് നല്ല അടുപ്പമുള്ള ആരോ ചെയ്തതെന്ന് പോലീസ് പറഞ്ഞില്ലേ? അപ്പോൾ അതാരാണെങ്കിലും നമ്മൾ അറിയണ്ടേ? ഉറപ്പായും അറിയണം. വിഗ്രഹത്തിന്റെ ചരിത്രവും പഴക്കവും ഒക്കെ വളരെ കുറച്ച് ആളുകൾക്കേ അറിയൂ. നമുക്കറിയാവുന്ന ആരെങ്കിലുമാണ് ഇതിന്റെ പിന്നിലെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനല്ലേ നമ്മൾ ശ്രമിക്കൂ. കൂടെ നിന്ന് ചതിച്ചവരോട് ആ രീതിയിൽ വേണ്ടേ നമ്മൾ പെരുമാറാൻ? അതെ, അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. ഇന്ന് സ്റ്റേഷനിൽ പോയി ആരാണെന്ന് അറിയട്ടെ. അതറിഞ്ഞിട്ട് വേണം കുറെ കാര്യങ്ങൾ എനിക്ക് അവരോട് ചോദിക്കാൻ. എത്രയും പെട്ടെന്ന് ആ വിഗ്രഹം തിരികെ വാങ്ങാൻ നോക്ക്. അതെടുത്തവരും കേസും അതൊക്കെ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. നമുക്കതൊന്നും അറിയണ്ട. വിഗ്രഹം തിരികെ കിട്ടിയാൽ മാത്രം മതി. അല്ല, ഇനി എനിക്ക് മീരയുടെ സങ്കടം കാണാൻ വയ്യ. അതുകൊണ്ട് പറഞ്ഞതാ. ബീന പറഞ്ഞത് ശരിയാണ്. മീരയുടെ സങ്കടം ഇനി കാണാൻ വയ്യ. പക്ഷെ വിഗ്രഹം എത്രയും പെട്ടെന്ന് തിരികെ വാങ്ങിക്കഴിഞ്ഞ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നെയും എൻ്റെ മോളെയും ഇത്രയും വിഷമിപ്പിച്ചവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. പിന്നെ കേസും പ്രശ്നങ്ങളുമായിട്ട് അതിൻ്റെ പിന്നാലെ അലയാനും വയ്യ. എന്തായാലും സ്റ്റേഷനിൽ ചെല്ലട്ടെ. അത് കഴിഞ്ഞ് വിവരങ്ങൾ അറിഞ്ഞ ശേഷം എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം. ഞാൻ മീരയോട് റെഡിയാവാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനും ഒന്ന് പെട്ടെന്ന് റെഡിയായിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് വരാം. വഴിയിലൊരു ചാക്കിലിരുന്നാണ് നിനക്ക് ഈ വിഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാനതങ്ങ് വിശ്വസിക്കണം, അല്ലടാ? സത്യം അതാണ് സാറേ. നിന്നെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോ നിനക്ക് വർഷങ്ങളായിട്ട് പുരാവസ്തുവിന്റെ ഇടപാടുണ്ടെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്.
സാർ അത് ഞാൻ കാരക്കുടിയിൽ നിന്നും കുംഭകോണത്തു നിന്നൊക്കെ സാധനങ്ങളെടുത്ത് ഇവിടുത്തെ ക്രാഫ്റ്റ് ഷോപ്പുകളിൽ കൊടുക്കാറുണ്ട്. അപ്പോ നിനക്കിതേപ്പറ്റി അറിയാൻ പറ്റാത്ത ആളല്ല അല്ലേ? ഇവനെല്ലാം അറിയാം സാറേ. നമ്മളെ വെറുതെ പറ്റിക്കാൻ നോക്കുന്നതാ. വെറുതെ ഞങ്ങളുടെ കൈമനക്കെടുത്താതെ സത്യം പറഞ്ഞാ നിനക്ക് സമാധാനം, ഞങ്ങൾക്ക് സമാധാനം. ഉള്ള കാര്യം പറതാ സാർ. ഞാൻ പറഞ്ഞത് സത്യം സാറേ. എനിക്കിത് ടൗണിൽ ചവറകൂനയിൽ നിന്ന് കിട്ടിയതാ. അതെന്താ, നീ രാവിലെ വേസ്റ്റ് വരാൻ പോകുന്നുണ്ടോ? അല്ല സാറേ, ഞാൻ വേസ്റ്റ് ഇടാൻ പോയതാ. അപ്പോൾ ഭദ്രമായി കിട്ടിയ ചാക്ക് കണ്ട് ഞാൻ അഴിച്ചു നോക്കിയതാ. വിഗ്രഹം കണ്ടപ്പോൾ ഞാനതങ്ങ് എടുത്തു. എനിക്കതിൻ്റെ പണി അറിയാവുന്നതുകൊണ്ട് കൊടുത്ത് കാശ് വാങ്ങാമെന്ന് കരുതി. ശരി, സമ്മതിച്ചു. നീ ഇതിന്റെ ബിസിനസ് ചെയ്യുന്ന ആളല്ലേ? പറ, ഈ വിഗ്രഹത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ടാവും? ഒരു 20-25 വർഷത്തെ പഴക്കമുണ്ടാവും സാറേ. ഹോ, നിന്നെ സമ്മതിക്കണം. എങ്ങനെയാടാ ഇത്ര കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നത്? സാർ, ഹരിയും മകളും വന്നിട്ടുണ്ട്. ആ, വരാൻ പറയും സാർ. അപ്പോ നീ എന്താ പറഞ്ഞത്? 20 കൊല്ലത്തെ പഴക്കം. അതെ സാറേ, അതെൻ്റെ ഒരു ഊഹമാണ്. വരൂ. നമസ്കാരം സാർ. നിങ്ങള് പറഞ്ഞ രീതിക്ക് ഒരു വിഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കാണിക്കാൻ വേണ്ടിയാ വരാൻ പറഞ്ഞത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വിഗ്രഹമാണോ ഇതൊന്ന് നോക്കിയേ. കൃഷ്ണ ഭഗവാന്, ഇത് ഞങ്ങളുടെ വിഗ്രഹം തന്നെ സർ. വലിയ ഉപകാരം സർ. വിഗ്രഹം നഷ്ടപ്പെട്ടതിൽ പിന്നെ മനസ്സിന് ഒരു സമാധാനവും ഇല്ലായിരുന്നു. ഇന്നത് കണ്ടപ്പോഴാ ആശ്വാസമായത്. താങ്ക് യു സർ. മോളെ, ഈ നിൽക്കുന്നവനെ അറിയോ? ഇല്ല സർ. ഹരിക്കോ? എനിക്കറിയില്ല സാർ. നിനക്ക് എവരെ അറിയാവടാ? ഇല്ല സാറേ. എവന്റെ കയ്യിൽ നിന്നാ ഞങ്ങൾക്ക് ഈ വിഗ്രഹം കിട്ടിയത്. വിഗ്രഹം തിരികെ കിട്ടിയാൽ മാത്രം മതി സർ. കേസൊന്നും ആക്കണ്ട. അതെ സാർ, ഞങ്ങൾക്ക് വിഗ്രഹം കിട്ടണമെന്നേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ തീരില്ലല്ലോ ഹരി. വിഗ്രഹം തിരിച്ചു തരുന്നതിന് ചില നിയമപ്രശ്നങ്ങളുണ്ട്. ഇതിന് 300 വർഷത്തിലേറെ പഴക്കമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ പറഞ്ഞ കുടുംബക്ഷേത്രം ഇപ്പൊ ഇല്ലാത്തതാണ്. ഇത് കടലിൽ നിന്ന് കിട്ടിയ വിഗ്രഹം ആയതുകൊണ്ട് നിങ്ങളെ വിഗ്രഹമാണെന്ന് തെളിവുമില്ല. സാറ് പറയുന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. സിമ്പിളായി പറഞ്ഞാൽ, ഈ വിഗ്രഹം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് കോടതി തന്നെ തീരുമാനിക്കണം. സർ, മുത്തശ്ശി ക്ഷേത്രത്തിലെ വിഗ്രഹം കണ്ടിട്ടുള്ളതാ. ഏതവസ്ഥയിലും ഭഗവാന്റെ വിഗ്രഹം തിരിച്ചറിയാൻ മുത്തശ്ശിക്ക് സാധിക്കും. 6-ാം വയസ്സിൽ കണ്ട വിഗ്രഹം ഇപ്പൊ തിരിച്ചറിയുന്നതല്ലേ? ആ മാജിക് ഒക്കെ ഞങ്ങൾക്കും അറിയാം. അങ്ങനെയല്ല സർ. ഈ വിഗ്രഹം തിരികെ കിട്ടുന്നതിന് മുമ്പ് ഞാനും മുത്തശ്ശിയൊക്കെ ഇത് നിരന്തരം സ്വപ്നം കാണുമായിരുന്നു. എന്തൊക്കെ അത്ഭുതങ്ങളാ നമുക്ക് ചുറ്റും നടക്കുന്നത്, അല്ലടാ? അതെ സർ. എന്തായാലും ആ മുത്തശ്ശിയുടെ സ്റ്റേറ്റ്മെന്റ് കൂടി വേണം. എന്നാലേ കാര്യങ്ങളൊക്കെ ശരിയാവും. ഞങ്ങള് അമ്മയെ കൊണ്ടുവരാം സാർ. ഏയ്, വേണ്ട വേണ്ട. പ്രായമായവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലെന്നാണ്. നമുക്ക് അങ്ങോട്ട് പോയി കാണാം. സാർ ആരെയും ആവശ്യമില്ലാതെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കില്ല. സാറിന്റെ ഒരു രീതി അങ്ങനെയാ. അപ്പൊ നമുക്കിറങ്ങാം. ഇപ്പൊ തന്നെ മുത്തശ്ശി കണ്ടയ്യാം. ശരി സാർ. സെല്ലേക്ക് നടക്കണം. നടക്കണം.